ഗാസയിൽ ഭക്ഷണ വിതരണ കേന്ദ്രത്തിലുണ്ടായ ഇസ്രയേൽ വെടിവയ്പിൽ 30-ലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഇസ്രയേൽ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ നടത്തുന്ന റാഫയിലെ സഹായ വിതരണ കേന്ദ്രത്തിലാണ് വെടിവയ്പുണ്ടായത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കൊല്ലപ്പെട്ടു. 175 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ. ഇവരെ റെഡ് ക്രോസ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. റാഫയിലെ വിതരണ കേന്ദ്രത്തിന് സമീപം 23 പലസ്തീനികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായും പരിക്കേറ്റ 23 പേർക്ക് ചികിത്സ നൽകിയതായും പ്രാദേശിക പലസ്തീൻ റെഡ് ക്രസന്റ് അറിയിച്ചു. ഇതുവരെ 31 മൃതദേഹങ്ങളെങ്കിലും നാസർ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടെന്നും പ്രാഥമിക ആരോഗ്യ അധികൃതർ പറഞ്ഞു. സഹായ കേന്ദ്രത്തിലുണ്ടായ വെടിവെപ്പിനെ കുറിച്ച് അറിയില്ലെന്നാണ് ഇസ്രയേൽ സൈന്യം പ്രതികരിച്ചത്. അനിഷ്ട സംഭവങ്ങളില്ലാതെ സഹായ വിതരണം നടത്തിയതായി GHFും പ്രസ്താവനയിൽ അറിയിച്ചു. ഭക്ഷണം വാങ്ങാനായി ആയിരക്കണക്കിന് പലസ്തീനികൾ പുലർച്ചെ വിതരണ കേന്ദ്രത്തിൽ എത്തിയിരുന്നു.